ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇനി പറയാൻ പോകുന്ന ട്രൈബ്സും കാസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെയാണ്. ട്രൈബും കാസ്റ്റും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സിഗ്നിഫിക്കൻ്റ് ഡിഫറൻസസ് ഉള്ള രണ്ട് വിഭാഗങ്ങളാണ്. ഓക്കെ, ട്രൈബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈബിൻ്റെ ഡെഫിനിഷൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലൊക്കേഷൻ ഉണ്ടാവും, ടെറിട്ടറി ഉണ്ടാവും, അതുപോലെ ലാംഗ്വേജ്, അതുപോലെ തന്നെ കൾച്ചറലായിട്ടുള്ള പ്രത്യേകതകളെല്ലാം ഉള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വിഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ട്രൈബ് എന്ന് പറയുന്നത്. അതേസമയം കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റിഫൈഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. അതായത് ഒരു ടെക്നിക്കൽ എററായിരുന്നു കേട്ടോ. കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ ഹിന്ദുയിസവുമായിട്ട് ലിങ്ക്ഡ് ആയി കിടക്കുന്ന ഹൈറാർക്കിയലായിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പിംഗ് ആണ്. ഹൈറാർക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തട്ടുകളായിട്ട് തിരിക്കുന്നതിനെയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പം ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ തട്ടുകളായിട്ട് തിരിക്കപ്പെടുന്ന സോഷ്യൽ സ്ട്രക്ചറിൻ്റെ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു സ്ഥാപനമാണ്. അപ്പം ഇത്തരത്തിൽ ബേർത്തിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം കുറച്ചും കൂടെ വ്യത്യസ്തമാണ് ട്രൈബൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ട്രൈബൽസ് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൽ ട്രൈബ് ഇൻ ഇന്ത്യയിലുള്ള ബിൽ ട്രൈബ്സാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ട്രൈബ്സ്, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ട്രൈബ്സ്. ഓക്കെ, കാസ്റ്റിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്ന സമയത്ത് കാസ്റ്റ് ആർ എൻഡോഗാമസ് and hereditary social group often associated with a specific occupations or status within Hindu hierarchy. ഹിന്ദുയിസത്തിൻ്റെ ഹൈറാർക്കിയൽ സ്ട്രക്ചറിൻ്റെ ഇടയിൽ കാണപ്പെടുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റസും ഒക്യുപ്പേഷനും അതുപോലെ തന്നെ എന്താ പറയുന്നത്, എൻഡോഗാമസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്വജാതിയിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ തൻ്റെ ഗ്രൂപ്പുകളിൽ നിന്ന് മാത്രം വിവാഹം സാധ്യമായിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് എൻഡോഗാമസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെറിഡിറ്റി പരമായിട്ട് എൻഡോഗാമസ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഹൈറാർക്കി പൊസിഷൻസ് നൽകപ്പെടുന്ന ഹിന്ദുയിസത്തിലുള്ള വിഭാഗങ്ങളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? കാസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പം അത് ഹൈറാർക്കിക്കലാണ്. ഹൈറാർക്കിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഓരോ ഇപ്പം ടോപ്പ് ലെവൽ, ബോട്ടം ലെവൽ, മിഡിൽ ലെവൽ എന്ന് പറയുന്ന പോലെ തട്ടുകളായിട്ട് തരംതിരിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഹൈറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ഹൈറാർക്കിക്കലാണ്. കാസ്റ്റ് എക്സാമ്പിൾ ബ്രാഹ്മിൺസ് ഒരു കാസ്റ്റാണ്, അല്ലെങ്കിൽ ദളിത്സ് മുൻപ് കാലത്ത് അൺടച്ചബിൾസ് എന്നറിയപ്പെട്ടിരുന്നവരൊരു കാസ്റ്റാണ്. അപ്പോൾ രണ്ടും രണ്ട് എക്സ്ട്രീമിൽ ഉള്ള രണ്ട് തട്ടുകൾ നിലനിൽക്കുന്ന വിഭാഗങ്ങളാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രാഹ്മിൺ കാസ്റ്റ് ഇസ് ട്രഡീഷണലി അസോസിയേറ്റഡ് വിത്ത് പ്രീസ്റ്റ്ഹുഡ്. അവരുടെ ജോലി എന്ന് പറയുന്നത് പ്രീസ്റ്റ്ഹുഡാണ്, അതായത് പുരോഹിത വൃത്തിയുമായിട്ട് റിലേറ്റഡ് ആണ്. ആൻഡ് സ്കോളർഷിപ്പ്, വൈൽ ശൂദ്ര കാസ്റ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് മാനുവൽ ലേബർ. മറ്റുള്ള കായിക അധ്വാനമുള്ള ജോലികൾ ചെയ്യുന്നവരാണ് ശൂദ്രന്മാർ. ഓക്കെ, ഇതിൻ്റെ കീ ഡിഫറൻസ് എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റം ഹൈറാർക്കിക്കലാണ്, അതേസമയം ട്രൈബ്സ് എന്ന് പറയുന്നത് ഹൈറാർക്കിക്കൽ അല്ല. ഇപ്പം കുറിച്യാസും പണിയാസും കുറിച്യാസ്, പണിയാസ്, തോഡാസ് എന്നൊക്കെ പറയുന്നത് വേറെ വേറെ വിഭാഗങ്ങളാണ്. ഒന്നൊന്നിൻ്റെ മേലുമല്ല, ഒന്നൊന്നിൻ്റെ താഴെയുമല്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് റൂമുകളായിട്ട് തിരിക്കുന്നതായിട്ട് ആലോചിക്കും നിങ്ങൾ. ഓക്കെ, അപ്പം നിങ്ങളുടെ കോളേജിൽ 3-4 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലെയും കുട്ടികളെ ഓരോ ക്ലാസ്സുകളിലാക്കി തിരിച്ചിരിക്കുകയാണ്. അപ്പം ഒന്നൊന്നിൻ്റെ മേലെ ഒന്നിൻ്റെ താഴെയൊന്നും അല്ലല്ലോ, പക്ഷേ നിങ്ങൾ വ്യത്യസ്തരല്ലേ. അതിന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ട്രൈബ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതേസമയം ചില പ്രത്യേക ബ്രാഹ്മണന്മാർക്ക് മാത്രം ഒരു ക്ലാസ് റൂം, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ശൂദ്രർക്ക്, വൈശ്യർക്ക്, അങ്ങനെയുള്ള എന്താ പറയുന്നത് ലെവൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ ലെവൽസ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് നമുക്ക് കാസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഓക്കെ, ഇനി എൻഡോഗമിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കാസ്റ്റ് സിസ്റ്റം എപ്പോഴും എൻഡോഗമിയെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ട്രൈബ്സിന് എപ്പോഴും എൻഡോഗമി വേണമെന്നില്ല. ചിലപ്പം ചില വിഭാഗങ്ങൾ തമ്മിൽ മാരേജസ് സാധ്യമാണ്. ഓക്കെ, അപ്പം അവരുടെ സ്ട്രിക്റ്റായിട്ട് എൻഡോഗമി ഫോളോ ചെയ്യുന്നവരായിരിക്കണമെന്നില്ല.
ചാൻസസ് ഉണ്ട്, ചിലർ ചെയ്യുന്നുണ്ട്, അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി സോഷ്യൽ ഐഡൻറ്റിറ്റി. ട്രൈബ്സ് എംഫസൈസ് കൾച്ചറൽ ആൻഡ് എത്നിക് ഐഡൻറ്റിറ്റി. അവരൊരു പ്രത്യേക ഐഡൻറ്റിറ്റി മുറുകെ പിടിക്കുന്നവരാണ്. കൾച്ചറൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് അവർ മുറുകെ പിടിക്കുന്നത്. അതേസമയം കാസ്റ്റ് ആർ മോസ്റ്റ് ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് ഹൈറാർക്കി. ഇവർക്ക് ഐഡൻറ്റിറ്റി അല്ല ഉള്ളത്, സ്റ്റാറ്റസ് ആണുള്ളത്. ഞാൻ ശൂദ്രനാണ്, എൻ്റെ താഴെ ഇന്ന ആൾക്കാരുണ്ട്, അപ്പം എനിക്ക് കിട്ടുന്ന ഐഡൻറ്റിറ്റി എന്താണ്? എൻ്റെ സ്റ്റാറ്റസാണ് എൻ്റെ ഐഡൻറ്റിറ്റി. അതേസമയം ഞാൻ ശൂദ്രനാണ്, അതുകൊണ്ട് എന്താണ്, മുകളിലുള്ള ആൾക്കാരിൽ നിന്ന് ഞാൻ അയിത്തം പാലിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഒരു ഡിസ്റ്റൻസ് പാലിക്കേണ്ടിയിരിക്കുന്നു. അതെൻ്റെ എന്താണ്, സോഷ്യലായിട്ടുള്ള സ്റ്റാറ്റസാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള സോഷ്യൽ സ്റ്റാറ്റസാണ് ഇവരുടെ ഈ ഹൈറാർക്കിക്കലായിട്ടുള്ള പ്ലേസാണ് കൂടുതലായിട്ട് കാസ്റ്റ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കൾച്ചറലായിട്ടുള്ള സാംസ്കാരികപരമായിട്ടോ വംശീയമായിട്ടോ ഉള്ള ഐഡൻറ്റിറ്റികളാണ് ട്രൈബ്സ് എംഫസൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഗവൺമെൻറ് റെക്കഗ്നീഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് റെക്കഗ്നൈസസ് ബോത്ത് ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ് ഫോർ എഫർമേറ്റീവ് ആക്ഷൻ പർപ്പസസ്. അതായത് ഈ രണ്ട് വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സ് തന്നെയാണ്. ഇവരൊക്കെ ഡിസ്ക്രിമിനേഷന് വിധേയരാണ്. കൂടാതെ ഇവർക്ക് ഡെവലപ്മെൻ്റ് ഒക്കെ വളരെ കുറവാണ്. അതിനുള്ള സാഹചര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിലേക്ക് അവരെ എത്തിക്കാൻ, മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നതിന് രണ്ട് കൂട്ടരും ഒരുപോലെ അർഹതയുള്ളവരാണ്. ഓക്കെ, in context of India, the concept of tribes and castes have evolved over time, within some groups being recognized as both tribe and caste. ചിലർ ട്രൈബ്സും കാസ്റ്റും ഒരു വിഭാഗം തന്നെ അങ്ങനെ അറിയപ്പെടുന്നതുമുണ്ട്. Okay, the Indian government uses these terms to implement social welfare programs and provide reservation in education and employment. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വാക്കുകൾ ഇപ്പോഴും കൊണ്ട് നടക്കുന്നത്? ഇവർക്ക് റിസർവേഷനും അതുപോലെ തന്നെ ഇവർക്ക് ഉന്നമനവും ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ്. എസ്പെഷ്യലി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും. Understanding the differences between tribes and caste is crucial for understanding the complex social structure in India. ഇന്ത്യയുടെ കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചർ മനസ്സിലാക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ജാതി വേറെയാണ്, അതുപോലെ തന്നെ ട്രൈബ് എന്ന് പറയുന്നത് വേറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. ഇനി നമുക്ക് കുറച്ച് ട്രൈബ്സിൻ്റെ പേരുകൾ പഠിക്കാനുണ്ട്, അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. സോ നന്നായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.